പിറന്നാൾ ദിനത്തിൽ സിനിമാ പ്രേമികൾക്ക് ഗംഭീര സർപ്രൈസ് നൽകിയിരിക്കുകയാണ് തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന താരം ഇന്നിപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് തന്റെ ഏറ്റവും പുതിയ സിനിമ ടീസറുമായാണ്. മോശം സിനിമകളുടെയും അഭിനയത്തിന്റെയും പേരിൽ കുറച്ചു നാളുകളായി പഴി കേൾക്കുകയായിരുന്നു താരം. എന്നാൽ ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നയൻസ്. രാക്കായ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഒരു വമ്പൻ ആക്ഷൻ ചിത്രമായിട്ടാണ് രാക്കായ് ഒരുങ്ങുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന. നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയും അവരുടെ കുഞ്ഞിനെയും കൊല്ലാനെത്തുന്ന ഒരുപറ്റം ആളുകളും അവർക്കെതിരെ പോരാടുന്ന നയൻതാരയെയുമാണ് ടീസറിൽ കാണാനാകുന്നത്. നിറയെ വയലൻസ് ഉള്ള ഒരു പീരിയഡ് ചിത്രമാകും എന്നാണ് ടീസർ പുറത്തുവിടുന്ന സൂചന. സെന്തിൽ നല്ലസ്വാമിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഡ്രംസ്റ്റിക്സ് പ്രൊഡക്ഷൻസ് ആൻഡ് മൂവി വേൾഡ് സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗോവിന്ദ് വസന്ത സംഗീതം നൽകുന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗൗതം രാജേന്ദ്രനാണ്. പ്രവീൺ ആന്റണിയാണ് ചിത്രം എഡിറ്റ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ ആണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ നയൻതാരയുടെ പ്രൊജക്ട്. ഡോക്യുമെന്ററിയുടെ റിലീസുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി അരങ്ങേറിയത്. നടൻ ധനുഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പുമായി നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഡോക്യുമെന്ററി വൈകിയതിന് ധനുഷാണ് കാരണമെന്ന് നയൻതാര ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ധനുഷ് എടുത്ത നീക്കമാണ് ഡോക്യുമെന്ററി ഇത്രയും വൈകാൻ കാരണമെന്ന് നയൻതാര പറയുന്നു. ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് 10 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണെന്നും നയൻതാര പറഞ്ഞു. ഞാനും റൗഡിദാൻ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഫോണിലും മറ്റും എടുത്ത ചില ലൊക്കേഷൻ വീഡിയോസ് 3 സെക്കൻഡ് സമയം ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിലാണ് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും നയൻതാര കത്തിൽ പറഞ്ഞു. നയൻതാരയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് ഇതിന് പിന്നാലെ രംഗത്തെത്തിയത്. അതേസമയം ധനുഷിനൊപ്പം നായികയായി അഭിനയിച്ച മലയാളത്തിലെ ചില നടിമാർ നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ചു വന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നയ്യാണ്ടി എന്ന ചിത്രത്തിൽ നായികയായ നസ്രിയ നസീം, കൊടി എന്ന ചിത്രത്തിൽ നായികയായ അനുപമ പരമേശ്വരൻ, ജഗമേ തന്ത്രം എന്ന ചിത്രത്തിൽ നായികയായ ഐശ്വര്യ ലക്ഷ്മി, കർണൻ എന്ന ചിത്രത്തിൽ കൂടെ അഭിനയിച്ച നടി ഗൗരി കിഷൻ തുടങ്ങിയവരെല്ലാം നയൻതാരയുടെ പോസ്റ്റിന് ലൈക്ക് അടിച്ചാണ് പിന്തുണ അറിയിച്ചത്. മരിയാനിൽ നായികയായ പാർവതി തിരുവോത്ത് നയൻതാരയുടെ പോസ്റ്റ് ഇൻസ്റ്റാ സ്റ്റോറിയായി ഷെയർ ചെയ്ത് സല്യൂട്ട് ഇമേജും കൊടുത്തിട്ടുണ്ട്. കൂടെ അഭിനയിച്ചവർ ഇത്രയധികം പിന്തുണയ്ക്കുമ്പോൾ നയൻതാര പറഞ്ഞത് വാസ്തവമാണോ എന്നാണ് ഫാൻസിന്റെ ചോദ്യം. എന്തായാലും സിനിമാ ലോകവും ആരാധകരും ഈ വിഷയം ചർച്ച ചെയ്യുന്ന തിരക്കിലാണ്. താരം തന്റെ 40ാം പിറന്നാൾ ആഘോഷിക്കുന്നതും തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ടീസർ പുറത്തുവിടുന്നതും. ഇപ്പോൾ തന്നെ വമ്പൻ സ്വീകരണമാണ് ടീസറിന് ലഭിക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ ഈസ് ബാക്ക് എന്നാണ് ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ കമന്റ് ചെയ്തിരിക്കുന്നത്.